അന്യസ്ത്രീ പുരുഷ ദർശനം എന്താണ്? കടുത്ത തെറ്റാണ്. ഈ കാലഘട്ടത്തിൽ വഴന്നു പറയാൻ പറ്റും. ഒരു മനുഷ്യൻ നന്നാകണം, ഈമാൻ കിട്ടി മരിക്കണം എന്ന് ആർക്കെങ്കിലും ആശയുണ്ടെങ്കിൽ കണ്ണ് സൂക്ഷിക്കാതെ ഒരു നിർവാഹമില്ല. ആരാ ഇത് കേൾക്കാനുള്ളത്? ആരുമില്ല, മുത്തുമുമിനീങ്ങൾ മാത്രം. ഇത് പറയാൻ പറ്റുമോ ഈ കാലത്ത്? അതൊന്നും എനിക്കറിയില്ല. ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ചെയ്യുന്ന തെറ്റേതെന്ന് ചോദിച്ചാൽ അന്യസ്ത്രീ പുരുഷ ദർശനമാണ്. കൂടുതൽ പേര് കൂടുതൽ തവണ ചെയ്യുന്ന തെറ്റേതെന്ന് ചോദിച്ചാൽ അന്യസ്ത്രീ പുരുഷ ദർശനമാണ്. തന്റെ ഉള്ളത്തിലേക്ക് ഞാനൊരു തെറ്റ് ചെയ്തു എന്ന സീരിയസ് കേരാത്ത തെറ്റ് ഏതെന്ന് ചോദിച്ചാൽ അന്യസ്ത്രീ പുരുഷ ദർശനമാണ്. നാട്ടുകാരും കൂട്ടക്കാരും താൻ ഒരു തെറ്റ് ചെയ്തവൻ എന്ന് വിധി എഴുതി തള്ളാതിരിക്കുന്ന ഒരു തെറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് സ്ത്രീ പുരുഷ ദർശനമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 100 തെറ്റു പിണഞ്ഞാൽ 72 തെറ്റും കണ്ണുകൊണ്ടാണ്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി എന്ന ഈ ഹദീസ് കേൾക്കാതെ ഒരു മലയാളിയും ഒരു പെണ്ണിനെയും സ്വീകരിച്ചിട്ടില്ല. എന്താ ഇതിനർത്ഥം? ഒരു പെണ്ണിനെ ഒരാൾ വിവാഹം ചെയ്താൽ നിനക്ക് നോക്കാനും ആസ്വദിക്കാനും നിന്റെ ദീന് കാക്കാനും നിന്റെ കണ്ണ് സംരക്ഷിക്കാനും നിനക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ദീനിന്റെ 2/3 ഭാഗം സേഫാണടാ. 3ാമത്തെ ഭാഗമേ ബാക്കിയുള്ളൂ. അതും കൂടി ഒന്ന് കാത്താളാ. ഇത് കേൾക്കാതെ ഒരു മുസ്ലിമും വിവാഹം ചെയ്തിട്ടില്ലല്ലോ. അത് ഈ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിന്റെ കണ്ണിനെ ചിമ്പിപ്പിക്കാനും നിന്റെ ഗുഹ്യസ്ഥാനത്തെ കാവലാക്കാനും പറ്റിയ ഒരു സംഗതിയാണ് നിന്റെ കയ്യിൽ പിടിച്ചു തന്നിട്ടുള്ളത്. അതാണ് ഇന്ന് നടന്ന നിക്കാഹ്. ഇത്രയും മനുഷ്യന്മാര് മെനക്കെട്ട് കൂടിയത് അതിനു വേണ്ടിയാണ്, നിന്നെ കഴിച്ചിലാക്കാനാണ്. ഓർത്തോളണം, കാത്തോളണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ടാണ് ഈ സവ്വജത്തുകയും കബിൽ തുനിക്കാഹയും വന്നിട്ടുള്ളത്.